പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതെ, നമ്മുടെ കർത്താവ് കരുതുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നു, അവൻ നിനക്കായി കരുതുന്നു. ആമേൻ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ ഇസഹാക്കിനെ തന്നെ ദൈവത്തിനു വേണ്ടി യാഗം അർപ്പിക്കുന്നതിനായി അതേ മോറിയ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ആമേൻ നിന്റെ മകനെ എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കുക എന്ന് പറയുന്നു. ആലോചനകളെ ഏറ്റെടുത്ത് അനുസരിക്കുന്ന അബ്രഹാം ദൈവം പറഞ്ഞ വാക്കിന് മാറ്റം വരുത്താതെ ഇതാ അതിനുള്ള തയ്യാറെടുപ്പുകൾ, പുറപ്പാടുകളൊക്കെ ആരംഭിച്ച് 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായി യാഗമർപ്പിക്കുന്ന സ്ഥലത്തെ ദൂരവേ കണ്ട് അവിടേക്കുള്ള തങ്ങളുടെ യാത്രകളുടെ നടുവിൽ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെ? എന്നാൽ ആമേൻ, നീ തന്നെയാണ് യാഗമർപ്പിതമായിട്ടുള്ള വസ്തു എന്ന് പറയുവാൻ ആമേൻ ഭാരത്തോടും പ്രയാസത്തോടും ഉള്ളം പിടഞ്ഞ് അബ്രഹാം പറയുക, യഹോവ നോക്കിക്കൊള്ളും മകനെ. അതെ ആമേൻ, ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എത്രത്തോളം തങ്ങളുടെ ഭാരമേറിയ വിഷയവുമായിട്ട് നാളെയെക്കുറിച്ചുള്ള ആവലാതികൾ അടുത്ത നിമിഷം എന്തായിത്തീരും, ആമേൻ ഒരുപക്ഷെ തലമുറകളുടെ വിഷയങ്ങളിൽ എന്തായിത്തീരും, എങ്ങനെയായി തീരുമെന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങളുമായി ആമേൻ സ്തോത്രം ആരും കരുതുവാനില്ലാതിരിക്കുമ്പോൾ, ആരും ആമേൻ സ്തോത്രം സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ ആമേൻ ഈ ഭാഗം, ഈ വചനം ആമേൻ വ്യക്തതയോടെ നമ്മോട് സംസാരിക്കുകയാണ്. അബ്രഹാം പറഞ്ഞതുപോലെ യഹോവ നോക്കിക്കൊള്ളും മകനെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാം, യഹോവ നമുക്ക് വേണ്ടി കരുതും, യഹോവ നമുക്ക് വേണ്ടി ഒരുക്കും, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വാക്കുകൾക്ക് മാറ്റം വരാതെ ആമേൻ വേദനയോടെ താൻ പറഞ്ഞ, ആമേൻ വിശ്വാസത്തോടെ പറഞ്ഞ വാക്കുകൾ പോലെ ഇതാ ആമേൻ സ്തോത്രം ഇസഹാക്കിന് പകരമായി ആമേൻ സ്തോത്രം ആ മോറിയ ദേശത്ത് ആമേൻ ദൈവത്തിൻ്റെ കരുതലുകൾ തൻ്റെ ഭക്തന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ആമേൻ സ്തോത്രം ആരും കാണാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആമേൻ മുൻപേ ആർക്കും ആമേൻ സ്തോത്രം ആമേൻ കൊടുത്തിട്ടില്ലാത്ത വിധത്തിൽ ആമേൻ പുത്തൻ ചില ക്രമീകരണങ്ങൾ, പുതിയ ചില അനുഭവത്തോടുകൂടി, പുതിയ ചില ദൈവിക പദ്ധതിയോടുകൂടി സർവശക്തനായ ദൈവം മോറിയ മലയിൽ അബ്രഹാമിന് വേണ്ടി കർത്താവ് ചെയ്തു കൊടുക്കുവാൻ ഇടയായി. ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിച്ചവന് വേണ്ടി അതേ തലത്തിൽ വേദനയുടെയും ആമേൻ സ്തോത്രം വില കൊടുക്കുന്ന അവസ്ഥകളൊക്കെ തന്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും മറ്റാരോടും തുറന്നു പറയുവാൻ കഴിയാത്ത വേദനാജനകമായ അവസ്ഥകളൊക്കെ വിങ്ങിപ്പൊട്ടലുകളായി തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതിന് നടുവിൽ ഇതാ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചവന് വേണ്ടി, വിശ്വസിച്ചവന് വേണ്ടി ആമേൻ ദൈവത്തിന്റെ പദ്ധതികൾ തങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. കൊമ്പ് കാട്ടിൽ ആമേൻ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുത്ത് ആമേൻ തന്റെ മകൻ ഇസഹാക്കിന് പകരം യാഗമർപ്പിക്കത്തക്ക നിലകളിൽ ദൈവത്തിന്റെ കരുതലുകൾ ആരും കാണാത്ത ഇടങ്ങളിൽ, ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ആർക്കും പ്രവർത്തിച്ചു കൊടുക്കാത്ത നിലവാരത്തിൽ തന്റെ ഭക്തന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത വിധത്തിൽ ഒരു പുതിയ ദൈവിക പദ്ധതികൾ, പ്രവർത്തികൾ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുക. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവിക ആലോചനകൾ ഏറ്റെടുക്കുന്നു? ശുശ്രൂഷകളിൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. ആർക്കും തുറന്നു കൊടുക്കാത്ത, ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത, ആരും കടന്നുപോയിട്ടില്ലാത്ത, ആരും ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത പഴയ ചില അനുഭവങ്ങളല്ല, പഴയ ചില ആമൻ പ്രവർത്തികളല്ല, പുതിയ ചില പ്രവർത്തികൾ ഇതാ മുൻപുള്ളവയെ ഓർക്കണ്ടെന്ന് അരുളി ചെയ്തവൻ, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട എന്ന് അരുളി ചെയ്തവൻ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു, ഇപ്പോൾ അത് ഉത്ഭവിക്കും. അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾക്ക് നടുവിൽ പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദമായി നിന്നുകൊണ്ട് പറയട്ടെ, കർത്താവ് ചില കരുതലുകൾ, അത് പുത്തൻ ചില ആമൻ അനുഗ്രഹങ്ങളായി, അത് ചില പുതിയ വഴികളായി കർത്താവ് തുറക്കുക. അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ദൈവം നിനക്ക് വേണ്ടി കരുതുകയാ. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഭവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ശുശ്രൂഷകൾക്ക് വേണ്ടി. ഏതെല്ലാം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുവോ അവയിലെല്ലാം ദൈവത്തിന്റെ കരുതലുകൾ നീ അനുഭവിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, പ്രവർത്തിക്കും, പ്രവർത്തിക്കും. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കാം. അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾക്കപ്പെട്ട നല്ല ദൈവിക ദൂതുകൾക്കായി ഞങ്ങൾ സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഇരുളടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയായിത്തീരും, എന്തായിത്തീരുമെന്നുള്ള അനവധി നിരാശയുടെ ചോദ്യങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം അബ്രഹാമിൻ്റെ വാക്കുകൾക്ക്, വിശ്വാസത്തിൽ ഉരുവിട്ട വാക്കുകൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ പുത്തൻ അനുഭവത്തോടുകൂടി പുതിയൊരു പ്രവൃത്തിയായി വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാല സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ആ വിടുതലുകൾ ഇന്ന് പകൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പദ്ധതിക്കായി തരുന്നു. പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.